ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൂന്റെയും ആര്യയുടെയും എൻഗേജ്മെന്റ്, വീട് കാഴ്ച, പിന്നെ അതിന്റെ പെട്ടെന്നായിരുന്നു എല്ലാ പരിപാടികളും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നട്ടപ്പാതിരിക്കാണ് ഞങ്ങൾ ആര്യക്കുള്ള ഐറ്റംസ്, മീൻസ് ഡ്രസ്സും വളയും അങ്ങനെയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത പോയതും എല്ലാം അങ്ങനെ ഞാൻ അന്ന് തൊട്ടിട്ട് വ്ളോഗിന് വേണ്ടി കരുതി വെച്ച സാധനമായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 കൊല്ലവനയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഏപ്രിൽ വരുമ്പോഴത്തേക്ക് 2 വർഷമാവും കേട്ടോ. അപ്പം ഇത്രയും കഴിഞ്ഞിട്ട് എന്താ ഈ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലിപ്സ് ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ ഫോണിൽ. എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല, കാരണം ഒന്നാമത് എൻ്റെ അച്ഛൻ അതിലുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് ആ ഒരു മെമ്മറി മായ്ച്ചളയാൻ തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ഫോൺ ഇപ്പോൾ സഹിക്കാനായി ഗൈസ്, ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആ വ്ളോഗ് ഇതിലിട്ട് വെക്കാം. എപ്പോഴും ഒരു മെമ്മറീസ് അല്ലേ എല്ലാം. അപ്പം അതെന്തായാലും ഇവിടെ കിടക്കട്ടെ എന്ന് അതിന് വേണ്ടിയിട്ട് എടുത്തതാണല്ലോ, അങ്ങനെ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയും ലേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതായത് അറൗണ്ട് ഈ ഒരു ഏപ്രിൽ ആകുമ്പോൾ അവരെ കല്യാണം കഴിഞ്ഞ് 2 വർഷമാവും. അപ്പോൾ 2 വർഷം ആവാനായി. അപ്പം അതിൻ്റെ മുമ്പേ ആണല്ലോ എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടായത്. അപ്പം എന്നാലും 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ട്. എന്നാലും ഇതിവിടെ കിടക്കട്ടെ. 2 വർഷം എന്തായാലും കഴിഞ്ഞു. തുമ്പമ്മ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ തുമ്പിക്ക് 2 വയസ്സ് കഴിഞ്ഞില്ലേ. അപ്പം ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ ഇടുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പൂൻ്റെ ആര്യൻ്റെയും എൻഗേജ്മെന്റും ഒക്കെ എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, പെട്ടെന്ന് ഇങ്ങനെ അപ്പു വീട്ടിൽ നമ്മൾ സംസാരിച്ചു, 2 വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, നമുക്ക് വീട് കാഴ്ചയായിട്ട് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യയുടെ വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് കുറച്ച് പേര് നമ്മളെ വീട്ടിലേക്ക് വീട് കാഴ്ചയ്ക്കായിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഇത് ഇവിടെ എന്ന് വെച്ചാൽ വലിയൊരു ഫാമിലി കേട്ടോ. അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലൊക്കെ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ഒരു വീട് കാഴ്ച എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ കുറച്ച് പേരെ വരുന്നുള്ളെങ്കിലും നമ്മളെ വീട്ടിൽ കുറേ ആളുള്ള ഒരു വലിയൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് നിശ്ചയം. എനിക്ക് 1 ദിവസം 2 ദിവസം എങ്ങനെ എന്താണ് ഗ്യാപ്പ് ഇട്ട് 1 ദിവസമാണെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ നിശ്ചയം കൺഫേം ആക്കി ഗൈസ്. ഞങ്ങൾ എന്നെ ഞെട്ടിപ്പോയി. അച്ഛൻ എന്താ പറയുന്നത്, 1 ദിവസം കഴിയുമ്പോൾ നിശ്ചയമെന്ന്. അച്ഛൻ പറയലും ആര്യയുടെ വീട്ടിൽ നിന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അയ്യോ ഇതെന്ത് ഇത്ര പെട്ടെന്ന്, കാരണം ഒന്നും നമ്മൾ അതിനുള്ള ഡ്രസ്സൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റാക്കിയിട്ടില്ല. അതുപോലെ ആര്യക്കുള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ എന്തോ തിടുക്കെന്നല്ല, അച്ഛൻ പറഞ്ഞു എന്തിനാ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് വേഗം നടത്താലോ എന്ന് പറഞ്ഞു. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ ചിലപ്പം എല്ലാം നേരത്തെ, ഇപ്പം അതായത് ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടോ, അന്ന് അച്ഛൻ മരിച്ച സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ മരണത്തിന് കുറച്ച് ദിവസം മുന്നേ അവരറിയും. അപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തു വെക്കേണ്ട കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെക്കുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുകയെന്ന്. കാരണം നിശ്ചയം ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അച്ഛൻ ജീവനോടുള്ളപ്പം ഞങ്ങൾക്ക് ആ നിശ്ചയം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരുന്നു. അപ്പോൾ എനിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് എൻ്റെ അച്ഛൻ പോയത്. അതിനുശേഷം അപ്പൂൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നിട്ടാണ് അച്ഛൻ പോയത്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു, ഇപ്പോഴും അതെങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ നിശ്ചയത്തിലേക്ക് എത്തി എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആര്യൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. അവളും കുറച്ച് ദിവസം കൊണ്ട്, മീൻസ് 1 ദിവസം കൊണ്ട് എങ്ങനെയാണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതൊക്കെ കേട്ടോ. ഡ്രസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സെറ്റാക്കിയതല്ലേ, അങ്ങനെയായിരുന്നു. അപ്പം വീട് കാഴ്ചയ്ക്ക് അവർ വന്നു. എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ അന്നേ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് നിശ്ചയം അങ്ങനെ എന്തോന്നായിരുന്നു. അപ്പോൾ ഈ വീട് കാഴ്ച കഴിഞ്ഞ ശേഷം ഞങ്ങൾ അന്നാണോ പിറ്റേന്നാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കുറച്ച് മുന്നുള്ള കാര്യമാണല്ലോ. ഞങ്ങൾ അപ്പം തന്നെ പോയി അവൾക്കുള്ള വളയിടണമല്ലോ. അപ്പോൾ വളയിടല്, പിന്നെ ഫോണ്, മിഠായി, പിന്നെന്താണ് ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ പോയി പർച്ചേസ് ചെയ്തു. പാക്ക് ചെയ്യുന്നതും ഒക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ. കുറേ വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഇടയ്ക്ക് മിസ്സായി പോയി തോന്നുന്നു. പിന്നെ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും കോമഡി ആയിരുന്നു. നമ്മൾ വേറെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഡ്രസ്സ് എടുത്തതായിരുന്നേ. അപ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരേ കളർ ഡ്രസ്സ് എടുത്ത് വെച്ചിടാത്ത ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എൻഗേജ്മെന്റിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു വയലറ്റ് സാരി ഞാൻ സ്റ്റിച്ച് ചെയ്ത്, മീൻസ് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വെച്ചത് ഉണ്ടായിരുന്നു, യൂസ് ചെയ്യാത്ത. അപ്പൊ അതിന് മാച്ചായിട്ട് അല്ലുട്ടനും വൈശാട്ടനും ഒരു ഷർട്ട് എടുത്തു. അങ്ങനെ എല്ലാം ചെറുപടയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻഗേജ്മെന്റിന് അവിടെ പോകുമ്പം പെങ്ങളാണല്ലോ, മീൻസ് ഞാനാണല്ലോ വള ഇട്ട് കൊടുക്കേണ്ടത്. ആ സമയം എനിക്ക് തോന്നുന്നു 8 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ആ വലിയ വയറ് എനിക്കിപ്പോഴും നമ്മുടെ തുമ്പമ്മനായിട്ടുള്ള സമയത്ത് എല്ലാവരും എന്നോട് ട്രിപ്ലക്സ് ആണോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത്രയും വലിയ വയറായിരുന്നു. ആ വയറും വെച്ചുകൊണ്ട് ഞാൻ തൃശ്ശൂർ വരെ പോയി. ആ യാത്രയൊക്കെ ഭയങ്കര അയ്യോ ഇപ്പോഴും അല്ലച്ചൂടാ. പിന്നെ അച്ഛനും കൂടെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ള വോയിസ് ഓവറും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ
ചെയ്യാണ്ടിരിക്കാൻ ഞാൻ മാക്സിമം നോക്കും. കാരണം അച്ഛൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഇത് കുറേ മുന്നുള്ള വീഡിയോ ആണ്, എന്നാലും നമ്മുടെ നല്ലൊരു മെമ്മറിയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പൂൻ്റെയും ആര്യൻ്റെയും എൻഗേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു, വീട് കാഴ്ച എങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛനെ കാണാം. അതാണ് എനിക്ക് ഏറ്റവും ഒരിത്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കുറേ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് അത് മിസ്സാവാണ്ട് കയ്യിലുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇപ്പം ഞാൻ ആ വീഡിയോസ് ഒന്നും അന്ന് എടുത്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അച്ഛനെ ഇപ്പം ഞാനൊരു പിക്കിലല്ലാതെ അച്ഛൻ്റെ ശബ്ദം കേൾക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഈ വ്ളോഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് എൻ്റെ മെമ്മറീസാണ്. ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഓരോ നല്ല മൊമെൻറ്റ്സ് ആണ്. അതെനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ. താഴെ എന്തോ പരിപാടി ഒപ്പിക്കേണ്ടത് തുമ്പുമ്മ. ഫ്യൂച്ചറിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് പിന്നോട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വ്ളോഗ് എടുത്ത് നോക്കിയാൽ മതി. അത് തന്നെയാണ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും അല്ലേ. നിങ്ങളും വ്ളോഗൊന്നും ചെയ്തില്ലെങ്കിലും ഇനി താല്പര്യം ഇല്ലാത്തവരാണെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാം. എപ്പോഴും എന്ത് നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിലും ക്യാപ്ചർ ചെയ്ത് വെക്കുക. താഴെ പാത്രം എറിഞ്ഞ് പൊട്ടിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ആര്യയുടെയും അപ്പൂൻ്റെ ഞങ്ങളെ വീട് കാഴ്ച. ഞങ്ങളെ വീട്ടിലേക്ക് അവർ വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ട്. പിന്നെ നേരെ എൻഗേജ്മെൻറ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നാലും ഞാൻ ഒന്നും വിടാണ്ട് റിപ്ലൈ കൊടുക്കുന്ന ആളാണ് കേട്ടോ. എന്നെ കൊണ്ട് പറ്റും പോലെ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. കമൻസിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ടൈം ഞാൻ കണ്ടെത്താറുണ്ട്. സോ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നോക്കുന്ന സമയത്ത് എനിക്ക് അറിയാണ്ട് കണ്ണിന്ന് വെള്ളം വരിക കേട്ടോ. അച്ഛനാണെങ്കിലും അച്ഛനും ഒന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല. പക്ഷെ അന്ന് അവരെത്ര ലൈവായിട്ടാണ് അവിടെ ഇരുന്നത്. ഇവർ നമ്മുടെ ആത്മബന്ധം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. കാരണം ഇത് ഞാൻ അധികം വോയിസ് ഓവർ ചെയ്യാതെ ഒപ്പിക്കുകയാണ് ചെയ്യുക. കാരണം അവരുടെ വോയിസും കൂടെ കേൾക്കാൻ പറ്റുന്നൊരു ചാൻസ് അല്ലേ, അതുകൊണ്ട് കേട്ടോ. അയ്യോ എന്നെ തട്ടല്ലേ. ഹലോ ഹലോ ഡോ ഹലോ. അതാ ഓര് വന്ന് അമ്മ അപ്പോ അല്ലു എന്താ കളിക്കുന്നത്? സൗണ്ട് മതി മതി പ്ലീസ്. അതുകൊണ്ടപ്പോ ഉണ്ടായിരിക്കും. യൂട്യൂബിലേക്കാണോ? എല്ലാവരും നോക്കുക.
അല്ലോ അല്ലോ വീഴും വീഴും. ഞങ്ങളെ നല്ല ഫ്രീക്കത്തി അയക്കുന്നു ഇപ്പൊ. അന്നെന്താ റെയ്ഡ് പിടിച്ചതോ? വേണ്ടേ? അടിക്കാന്ന് നുള്ളണ്ട, ഇനി അടിക്കാന്ന്. അമ്മ എന്താ അമ്മ നിങ്ങൾ ഒന്ന് കാണാത്തതൊക്കെ കാണിച്ചു കൊടുക്കുന്നേ? അല്ല ചിരിക്കി നിങ്ങളെ എടുക്കണേ. ആ ഓരോന്നെടുക്കിയതല്ലേ? ഈ ഒരു സമയത്ത് നോക്കി അല്ലുട്ടൻ, തേജപ്പൻ, അതുപോലെ അതിൻ്റെ അനിയത്തിൻ്റെ മോനാണ് ദച്ചു. ഇവരൊക്കെ എന്തൊരു കുഞ്ഞു മക്കളാ. ഇതൊക്കെ ഇപ്പം കാണുമ്പോൾ നല്ലൊരു രസം. അങ്ങനെ വീട് കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. കാരണം അന്ന് എനിക്ക് എന്തോ മറ്റേ മം ടു ബി ഫോട്ടോഷൂട്ട് പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോകാനുണ്ടായത്. എല്ലാം ഷടപടേന്നായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും ഒരു നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. നട്ടപ്പാതിരിക്ക് വന്നിട്ടാണ് ചെക്കനുള്ള ഷർട്ടും വൈശാട്ടിനും അല്ലുട്ടനൊക്കെ ഉള്ള ഷർട്ടും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സാരി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ കട്ടയും വൈശാഖേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടുന്നത് വളരെ അപൂർവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫംഗ്ഷനും കൂടി ആയിരുന്നു ഇത്. പിന്നെ പൊന്നൂസും കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പാടെയാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ അമ്മയെ കാണുന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ വീട് കാഴ്ചൻ്റെ അന്ന് എടുത്ത കുറേ ഫോട്ടോസൊക്കെയാണ് കേട്ടോ അത്. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ സൂര്യയും വിനീഷേട്ടനും തേജപ്പനും കസിൻസും അങ്ങനെ എല്ലാവരും നമ്മളെ ഫാമിലി അവരുടെ ഫാമിലിയിൽ നിന്നും കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൊരു കുഞ്ഞ് ഫംഗ്ഷനായിരുന്നു. പർച്ചേസൊക്കെ കഴിഞ്ഞ് തലേന്ന് നട്ടപ്പാതിരിക്ക് ഞങ്ങൾ കുത്തിരുന്നിട്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്യാണ് കേട്ടോ. ഫോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡ്രസ്സൊക്കെ എൻ്റെ വകയായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ചെണ്ണമൊക്കെ സെലക്ട് ചെയ്ത് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. വൈശാഖേട്ടൻ അല്ലൂട്ടിനെ ഉറക്കാൻ പോയതാണെന്നാണ് എൻ്റെ ബലമായ സംശയം. ഇല്ലെങ്കിൽ മൂപ്പര് അവിടെ കാണേണ്ടതാണ്. അമ്മ അത് അവിടെ ഡെമോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആര്യയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചത്. പിന്നെ ചുരിദാർ മെറ്റീരിയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഡ്രസ്സ് ഐറ്റംസിൽ വാങ്ങിച്ചിട്ടുള്ളത് നോർമൽ ടോപ്പ്, ചുരിദാർ മെറ്റീരിയൽ, പിന്നെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തത്, അങ്ങനെ കുറച്ചെണ്ണമൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പർച്ചേസിങ് എവിടെ നിന്നായിരുന്നു എന്നുള്ളൊരു ചോദ്യം ആർക്കും വേണ്ടല്ലോ. എപ്പോഴത്തെയും പോലെ തന്നെ ശോഭിക വെഡിങ് മാൾ എൻ്റെ തറവാടാണ് ഗേസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാടാണ് ഗേസ്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ക്യാഷ്വൽ വ്യൂസും അല്ലാത്തതൊക്കെ ആയിട്ട് കുറച്ച് അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണൊക്കെ അതൊക്കെ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളത്തെ എൻ്റെ യാത്രയെക്കുറിച്ച് ആലോചിച്ച് മാത്രമേ എൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 8 മാസത്തിലായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല വയറും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അപ്പോഴത്തെ ഒരു പിക്കൊക്കെ നന്നായി ട്രെൻഡിങ്ങിൽ പോയൊരു പിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രിപ്ലറ്റ്സ് ആണോ ഉള്ളത് എന്നൊക്കെ. അത്രയും വലിയ വയറായിരുന്നു. സോ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ. വൈശാട്ടൻ എൻ്റെ കൂടെ അല്ലായിരുന്നു ഗൈസ്. കാരണം എൻ്റെ ഡാഡി, ഞാൻ പറഞ്ഞു വൈശാട്ടൻ എന്തായാലും എൻ്റെ കൂടെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാശി പിടിക്കുന്ന അച്ഛൻ കണ്ട്. അച്ഛൻ പറഞ്ഞ് പൂവേ എന്ന് വിളിച്ചു. ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അവൻ അവരുടെ കൂടെ പൊയ്ക്കോട്ടെ, അവനൊന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന്. അങ്ങനെ ഏട്ടൻ ചെക്കന്മാരുടെ കൂടെ പോയി ഗൈസ്. ഞാനും കട്ടയും അച്ഛനും അമ്മയും ഞങ്ങളാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മ ബാക്കിൽ തീവ്രവാദിനെ പോലെ ഇരിക്കുന്നത് എന്താ വെച്ചാൽ കാറിൻ്റെ ഉള്ളിലുള്ള സ്മെല്ലൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ വേഗം വോമിറ്റ് ചെയ്തു. അതുകൊണ്ട് വേഗം അത് മൂക്കൊക്കെ പൊത്തി ഇരിക്കുകയാണ് ബാക്കിൽ. അല്ലുട്ടൻ പിന്നെ എപ്പോഴത്തെയും പോലെ വൈശാട്ടിൻ്റെ വാലായിട്ട് അതിൽ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാരി ഞാൻ എന്തിനു വാങ്ങിച്ചാന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷേ ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടില്ല. എനിക്ക് ആ ഒരു ബ്ലൗസൊക്കെ തയ്ച്ചു തന്നേനെ ഗൈസ്. എന്നോട് പരാതി പറയരുത്. എൻ്റെ ഒന്നും എടുത്ത് യൂട്യൂബിലൊന്നും ഓൾറെഡി കളത്രം കാണിച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ
അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലുട്ടനെ നോക്കി എന്തൊരു കുഞ്ഞനല്ലേ, എനിക്കിത് കാണുമ്പോൾ അയ്യോ ഭയങ്കരമായിട്ട് കുഞ്ഞല്ലൂനെ മിസ് ചെയ്യുന്നു. തേജപ്പൻ എന്തോ അലമ്പായിട്ട് ഇതാ വിനീഷേട്ടൻ പുറത്തേക്ക് കൊണ്ടുപോകണ്ട, അതുകൊണ്ടാണ് വിനീഷേട്ടൻ ഫ്രെയിമിലില്ലാത്തത്. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ആരും എങ്ങനെയാണാവോ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഡ്രസ്സ് സെറ്റാക്കി എടുത്തത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. യാത്രയൊക്കെ സുഖമായിരുന്നു. അന്ന് ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അതുകൊണ്ടുള്ളൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വലിയ വയറായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അല്ലുട്ടനേക്കാളും വലിയ വയറായിരുന്നു തുമ്പമേന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്. ഇന്നിപ്പം വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് നോക്കുമ്പോഴും അച്ഛനെ കാണുമ്പോഴും പിന്നെ അച്ഛൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പം ഞാൻ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യാത്തത് കേട്ടോ. ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ, കാരണം എപ്പോഴെങ്കിലും എൻ്റെ ഈ വീഡിയോ ഡിലീറ്റ് ആയി പോവുകയാണെങ്കിൽ പോലും അച്ഛൻ്റെ സൗണ്ട് അതുപോലെ തന്നെ കേട്ടോട്ടെ വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാത്തത്. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഏതൊക്കെയോ സോങ്സും കുട്ടികളെ കരച്ചിലൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ടെക്നിക്കും കുറച്ച് കാര്യങ്ങൾ എൻ്റെ കത്തിയും കുറച്ച് കേട്ടോളൂ.
അല്ലു അങ്ങനെ സാരി അല്ലു മോനടാ ഡൗൺ ചെയ്യ് റെഡി അല്ലു 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 മച്ചിരി ചിരിക്കും ചീനാക്കല്ലേ അപ്പൊ മുണ്ട് മുണ്ട് ഒന്ന് ചിരിക്കടാ തിന്നെ തിന്നടാ അമ്മയും അച്ഛനൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പം ലേറ്റായി, അവരുടെ കൂടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. വൈശാട്ടനൊക്കെ എന്നെ കാത്തുനിന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെയാണ് ഒരുമിച്ചിരുന്നുണ്ടായിരുന്നത്. അല്ലൂട്ടൻ ഇതാ ഉഷമയും പാച്ചനും കൂടെ അവിടെ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കുക കേട്ടോ. എനിക്ക് അല്ലൂട്ടനെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, വല്ലാത്ത കുഞ്ഞനല്ലു. ഇപ്പോഴത്തെ തുമ്പീൻ്റെ പ്രായമായിരിക്കും അവന്, മേ ബി ആയിരിക്കും അല്ലേ, ആയിരിക്കും. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഈശ്വര ഭഗവാനെ എൻ്റെ ചാരിതാർത്ഥ്യം ഐസ്ക്രീം എന്നാ റോളക്സിനെ കാണിച്ച റോളക്സിനെ കാണിക്കും. മതി ഞാൻ അപ്പ വരി മറ്റേ ഡയലോഗ് കഴിഞ്ഞ് വരാൻ കണ്ണേ നിങ്ങൾ ആരെ വീട്ടുകാരാണ്? എൻ്റെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ പൂ വെച്ചാൽ ഓരോ 1 മണി ഞാൻ നുള്ളിപ്പറി എടുത്തു. കിട്ടിയില്ലേ? മാറി കട്ടൻ തല താത്ര അപ്പോൾ 1 ബോസ് പീസ് അതിലെ അപ്പനെ വിളി പോവാ. ലേറ്റ് ആവുന്ന ബ്ലോക്കൊക്കെ ഉള്ളതാ. മൊത്തം വീട്ടിലെടുക്കണേ എനിക്ക് കഴിഞ്ഞ
പക്ഷെ എനിക്ക് ഞായറാഴ്ച ഇതില് എന്റെ എനിക്ക് തന്നെ ഇരിക്കും. ഇതാണല്ലോ കളിക്കുന്നത്. അപ്പോ നിന്നെ കല്യാണമാണ് എന്റെ ലക്ഷ്യം. അതെ. അങ്ങനെ എല്ലാവരും ഓരോരോ വണ്ടികളിലായി ഇങ്ങനെ തിരിച്ചു പോകട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പൂനും ആര്യയ്ക്കും കൂടെ വേറൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് പിക്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടിന് പോയത് ഞങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് പിക്സൊക്കെ അവരെ കൊണ്ട് എടുപ്പിച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ച് എന്തായാലും അവരെ കൂടെ പോയതല്ലേ, അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് ലാവിഷാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങളിത് തിരിച്ച് പോരുന്ന പരിപാടിയാണ്. അവിടേക്ക് പോയി അവിടെ നിന്ന് കുറേ പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ പിക്സൊക്കെ അവിടെ നിന്നാണ് മെയിൻലി എടുത്തത്. അത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകണം കണ്ടോ. അപ്പോൾ എന്താ പറയുക, കിട്ടിയ ഒരു ചാൻസ് മുതലെടുക്കുക. അതിൻ്റെ കൂടെ മുതലെടുക്കുന്ന വേറെ ഒരു കപ്പിള്, അതാ അച്ഛനും ഉഷമ്മയും, പാച്ചനും ഉഷമ്മയും ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടിന്. അപ്പോൾ അതാ അവരത് അതിലേ നടന്ന്, ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നല്ല രസമാട്ടോ. ഒരു ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മേനെയാണ് പിന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് ഭയങ്കര നാണം, പിന്നെ എന്താ പറയുക, സോഷ്യൽ മീഡിയ അതിലൊന്നും ഇടുന്ന ആദ്യം അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമൊന്നല്ല, പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ നോ എന്ന് പറയും. അങ്ങനെ പിടിച്ചു വെച്ചാൽ എടുക്കും. അപ്പോൾ ഇതാ അവിടെ ഇതാ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയും അമ്മായിച്ചന് സെൽഫി എടുക്കണ നടത്തട്ടെ വല്ലപ്പോഴല്ലേ. എടാ അതൊക്കെ കിട്ടിണ്ടാ. ചെയ്യിക്കാതെ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന്. താഴത്ത് നോക്കി, അവനെ നോക്കി, ആര്യ അവനെ നോക്ക്. നിങ്ങൾ ആര്യ നമ്മുടെ ലൈറ്റ് ബോയിനെ നോക്ക്, ജിഷ്ണുവിനെ നോക്ക്. അതാ നല്ലേ. സംസാരിച്ച് ചിരിച്ചു നോക്കണ്ട. വിഷ്ണുവിന് സന്തോഷായി. ഓക്കെ ആര്യ അവിടേക്ക് ഒന്ന് ഫേസ് ഉയർത്താനായിട്ടാണ് ഉദ്ദേശം. നമുക്ക് സെൽഫി അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. അല്ല അപ്പൊ എന്നോട് കൊറേ ചിരിക്കാൻ പറഞ്ഞിട്ടല്ലോ, എന്താ ചിരിയൊന്നും അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇവിടെ പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കുറേ പിക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വൈശാട്ടിനും കൂടി ഈ ഡ്രസ്സ് ഇട്ടിട്ടൊരു പിക്ക് എടുപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ എടുക്കുകയും ചെയ്തു കേട്ടോ. ആ പിക്ക് നല്ല വൈറലായിരുന്നു. ആ സമയത്ത് ഒരുപാട് ലൈക്കും വ്യൂസും ഒക്കെ കിട്ടി. ഭയങ്കര കമൻസ് ഒക്കെ വന്ന പിക്കായിരുന്നു. അപ്പോൾ ചിരിക്കടാ. നീ എനിക്കിട്ട് കൊറേ റാഞ്ചി ഉണ്ടായിരുന്നല്ലോ അന്ന്. അയ്യേ ഏറുണ്ടോ നായന്റെ കളികളൊക്കെ ഉണ്ട്. റെഡി 1 2 3 സോറി ബ്രോ ചിരിച്ചോളട്ടാ. അല്ല നോർമലായാൽ മതി, പേടി ഫേസിൽ ടെൻഷൻ വേണ്ട. ഓക്കെ റെഡി. ആര്യ നടന്നു വന്നായിരുന്നു. ആര്യ പേടിച്ചു വരുന്നു. ബ്രോ അങ്ങനെ എന്നാ കട്ടെ എവിടെ നിന്നക്ക് ഞങ്ങളുടെ കൂടെ റീൽ സെറ്റ് ആണല്ലോ. അങ്ങനെ നിന്നോ. ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ ഇങ്ങോട്ട് നോക്ക്. ഷർട്ട് ശരിയാക്ക്. അരി നോക്ക്. ചിരിക്കടാ. ഞാൻ ഒരു ഫോട്ടോ എടുക്കാനല്ല, ഞാൻ ഇവിടെ റീൽസ് എടുക്കുക. തീരെ മോശമാണ്.
അപ്പൂന് ഭാവങ്ങളില്ല, എല്ലാം സെയിം ഭാവ. എല്ലാവർക്കും സംസാരിച്ചിട്ടാ റെഡി. കുറച്ച് സംസാരിച്ചു, എന്തേലൊക്കെ പറയും, സംസാരിക്കോളൂ. എന്നാ വിളിച്ചോ. ചേട്ടൻ വലിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നു കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയിട്ട് അടിപൊളി ഡാൻസ് ആയിരുന്നു. എല്ലാവരും അല്ലുട്ടനും കൂടെ നിന്നിട്ട് വൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുന്നു. 2 വർഷം മുമ്പുള്ള കാര്യമില്ല, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അല്ലുട്ടൻ്റെ ഡാൻസ് കണ്ടിട്ട് ശരിക്കും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന അല്ലുട്ടൻ്റെ ചൈൽഡ്ഹുഡ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ഫുഡ് അടി ഉണ്ടായിരുന്നു, അത് ഞാൻ വോയിസ് അങ്ങനെ തന്നെ കൊടുക്കാം കേട്ടോ. അച്ഛനും ഇവരെല്ലാവരും പാടെ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്യണം. അച്ഛൻ എല്ലാവരുടെ കൂട്ടത്തും കൂടുന്ന ഒരാളായിരുന്നു. ചെക്കന്മാരെ അപ്പൂൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ അച്ഛനെ. അത്രയും എല്ലാവരും പറയും അച്ഛനെ പോലെ അങ്ങനെ ഇത്രയും ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരാളെ കിട്ടിയ ഭാഗ്യമാണെന്നൊക്കെ. അച്ഛൻ പക്ഷേ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫ്രീ ആണ്, പക്ഷെ ഞങ്ങളുടെ അടുത്ത് അത്ര ഫ്രീ അല്ലേനു കേട്ടോ. ഞങ്ങളെയൊക്കെ കുറച്ച് വരച്ചാരെ നിർത്താൻ അച്ഛൻ ശ്രമിക്കാറുണ്ടായിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ ആ വരേന്ന് ഞങ്ങൾ തെന്നി മാറാറുണ്ടായിരുന്നു. പിന്നെ അല്ലുട്ടനെ കഴിഞ്ഞ ശേഷമാണ് അച്ഛൻ പിന്നെ ഭയങ്കര ഫ്രീ ആയത് കേട്ടോ. നാളെ വീട്ടിൽ വന്നിട്ടേ ഒരു കണ്ണു പോയ കട്ടേ അടുത്ത 2 കോഴി നാളെ കൊന്നല്ലേ? അതല്ല, കൊല്ലണ്ട കോഴിയല്ലേനു. നമ്മളെ നിശ്ചയത്തിൻ്റെ മെയിൻ പരിപാടി ഇത് ആദ്യം ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോയതാണ് ഗൈസ്. നമ്മളെ വളയിടൽ ചടങ്ങായിരുന്നു. അത് പെങ്ങളാണ്, പല സ്ഥലത്തേക്കും പലതാണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെങ്ങൾ ഇട്ട് കൊടുക്കുക ചെയ്യുക, വള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ പിക്സൊക്കെ ഞാൻ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. കുറേ പിക്സ് ഉണ്ട്, ഇപ്പോൾ പിക്സൊക്കെ കൊടുക്കാം. അപ്പം ഇതൊക്കെ നല്ല ഞങ്ങളുടെ മെമ്മറീസാണ്, അച്ഛൻ്റെ കൂടെയുള്ള നല്ല മെമ്മറീസാണ്. അപ്പം അച്ഛൻ ഇപ്പം ഇല്ല, അതൊരു ഭയങ്കര ഒരു സങ്കടമാണ്. പക്ഷേ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛൻ നമ്മളെ കൂടെ ഉള്ള പോലെ, അല്ലെ അച്ഛൻ നമ്മളെ കൂടെ ഉള്ള കാലം അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ തോന്നിയതൊരു ഭാഗ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം കേട്ടോ അത്. അപ്പം ഞങ്ങളെ ലൈഫിലെ നല്ല കുറേ മൊമെൻറ്റ്സാണിത്. ഇത് പിന്നീടും കാണുന്നതിലൊരു സന്തോഷം. ഇനി എക്കാലത്തും ആർക്ക് വേണമെങ്കിലും ഒന്ന് എടുത്ത് കാണാൻ, അച്ഛനെ കാണണം തോന്നിയാൽ എടുത്ത് നോക്കാൻ പറ്റുന്ന വീഡിയോസാണ് ഇതൊക്കെ. അങ്ങനെ എന്തായാലും വീട് കാഴ്ചയും നിശ്ചയവും എല്ലാം ഷടപടേ നടന്നു കഴിഞ്ഞ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും അച്ഛനോട് അതാ ചോദിച്ചത് കേട്ടോ. കാരണം വീട് കാഴ്ച എന്ന് പറഞ്ഞു എല്ലാവരും വന്നു, പക്ഷേ അന്ന് പെട്ടെന്ന് തീരുമാനമായി. പിറ്റേന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലെ പിറ്റേന്നോ നിശ്ചയത്തിനേക്കുള്ളത് കൺഫേമായി. എല്ലാവരും വിളിക്കുകയാണ് അച്ഛൻ നിശ്ചയമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും എന്താടാ ഇത് പെട്ടെന്ന് ഒരു നിശ്ചയം എന്ന് പറയുമ്പം നമ്മൾ കുറച്ചെങ്കിലും പ്രിപ്പറേഷൻസും കാര്യങ്ങളും വേണ്ടേ. ഇതങ്ങനെയൊന്നുമില്ല, അച്ഛൻ പെട്ടെന്ന് പറയുമ്പോൾ നിശ്ചയമാക്കാം, എന്നാലും അത് ഇനിയിപ്പോൾ ഒരു വീട് കാഴ്ച ഒരു നിശ്ചയമൊന്നും വേറെ വേണ്ടല്ലോ, ദൂരം ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്നൊരു നിശ്ചയത്തിലേക്ക് മാറുകയും അത് ശരിക്കും ഞങ്ങളെല്ലാവരും ഷോക്കായി. എല്ലാവരും അച്ഛനോട് അത് ചോദിച്ചു, അച്ഛൻ എന്താ അത്ര ഫാസ്റ്റാക്കിയത്. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ആ നിശ്ചയമൊക്കെ അച്ഛൻ പെട്ടെന്ന് ചെയ്തത് ചിലപ്പോൾ എന്താ എനിക്കറിയില്ല. കാരണം അത്രയും പെട്ടെന്ന് നിശ്ചയമൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിശ്ചയം എന്നുള്ള രീതിക്കായിരുന്നു, പക്ഷേ അച്ഛൻ പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുക അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും വേഗം ചെയ്യണം എന്നുള്ളത്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാം സേഫ് ആക്കിയിട്ടാണ് അച്ഛൻ പോയത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്കൊരു വീടാണെങ്കിൽ വീടും, അതുപോലെ തന്നെ ഞങ്ങളെ 2 പേരെയും പഠിപ്പിച്ചു, എന്നെ കല്യാണം കഴിച്ചയച്ചു. എൻ്റെ മോനാണെങ്കിലും അച്ഛൻ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. പിന്നെ അപ്പൂൻ്റെ ആണെങ്കിലും എൻഗേജ്മെൻറ്റൊക്കെ നടത്തി. കല്യാണം മാത്രമേ ഇനി അവൻ്റെ ഒരു കല്യാണത്തിന് സമയത്ത് അച്ഛൻ ഉണ്ടായില്ല. അച്ഛൻ ബാക്കിയെല്ലാം ഞങ്ങൾക്കെല്ലാം ചെയ്ത് വെച്ചൊന്ന് പോയി. പക്ഷേ എന്തൊക്കെ ചെയ്ത് വെച്ച് തന്നിട്ടുണ്ടെങ്കിലും അച്ഛനില്ലാത്ത ആ ഒരു കുറവ് വല്ലാത്തൊരു കുറവാണ്. ഈ സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പിക്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനെ വിളിക്കുന്നുണ്ട്, അച്ഛാ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അച്ഛാന്ന് പറഞ്ഞു നിങ്ങൾ എടുത്തോ അവിടെ ഓരോ ഇതിലാന്ന് പറഞ്ഞിട്ട് അച്ഛാന്ന് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ആലോചിക്കാൻ ഭയങ്കര മിസ് ചെയ്യുന്നു. ശരിക്കും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയണത് നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റും നമ്മൾ നല്ലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കണം. എപ്പോഴും ഫോട്ടോ എടുത്തോണ്ട് നടക്കണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പിന്നേക്ക് നമുക്ക് കാണാൻ ഉണ്ടാവുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ക്യാമറയും പിടിച്ച് അല്ലെങ്കിൽ ഫോണും പിടിച്ച് നടക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് നിനക്കത് ഫോൺ പിരാൻ തന്നെയാണ് ലതും പൊക്കി പിടിച്ചോണ്ട് നടക്കണേന്ന്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്തത് പിന്നീട് എപ്പോഴൊക്കെ എനിക്കൊരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്.
അപ്പൂൻ്റെ ആര്യൻ്റെയും പിക്സൊക്കെ നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയും ഒക്കെ. അതെ, ഇതൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തതല്ലേ, അതാ ഞാൻ പറഞ്ഞ ആര്യനെ സമ്മതിച്ചത്. കാരണം നമ്മളൊരു നിശ്ചയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ സമയം എസ്പെഷ്യലി എൻ്റെ നിശ്ചയം പിന്നെ നോക്കണ്ട കേട്ടോ, എൻ്റെ നിശ്ചയമൊക്കെ ശോകമുഖമായിരുന്നു. നിശ്ചയം ശോകമാണെന്നല്ല, അത് ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ഒരിക്കലും സമ്മതിക്കില്ല എന്ന് വിചാരിച്ച രണ്ട് വീട്ടുകാരൊക്കെ സമ്മതിച്ച് ഒരു നിശ്ചയത്തിലെത്തുമ്പോൾ ഞങ്ങൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഡ്രസ്സൊക്കെ വൻ ശോകമായിരുന്നു ഗൈസ്. പറയുമ്പോൾ എനിക്ക് കോളേജിലായിരുന്നു ഞാൻ കേട്ടോ, എല്ലാം അതും ഷടപടയായിരുന്നു. ഇത്രയും പെട്ടെന്ന് നിശ്ചയവും കാര്യങ്ങളൊന്നും നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ എന്തായാലും ഇവരുടെ പിക്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ അപ്പൂനിട്ട് കുറേ കളിയാക്കി കൊണ്ടൊക്കെ കേട്ടോ വരുന്നത്. പിന്നെ എന്തെന്നാ, ഇതൊക്കെ ഓരോരോ ഹാപ്പി മൊമെൻറ്റ്സ്. എനിക്ക് എൻ്റെ അച്ഛനെ കാണുമ്പോൾ ഏറ്റവും സങ്കടം. പക്ഷേ ഈ ഒരു പിക്കിലില്ലേ എൻ്റെ അച്ഛൻ്റെ ഫേസ് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അച്ഛൻ മരിച്ച സമയത്ത് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടതും അല്ലെങ്കിൽ ആരെയും ഫ്രെയിം ചെയ്ത് വെച്ചതും ഒക്കെ ആ ഫോട്ടോയാണ്. പക്ഷേ ആ ഫോട്ടോയിലുള്ള മുഖമല്ല എൻ്റെ അച്ഛൻ്റെത്. എൻ്റെ അച്ഛൻ്റെ എപ്പോഴും ചിരിച്ചുകൊണ്ട് വേറൊരു മുഖമാണ്. പക്ഷേ ഈ ഒരു ഫോട്ടോയിൽ എനിക്ക് അച്ഛൻ്റെ മുഖം വല്ലാതെ വ്യത്യാസപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റിലൊരു പിക്ക് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഫേസാണ് ആക്ച്വലി എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ ഫേസ് എന്ന് പറയുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും തമാശ അടിച്ചുകൊണ്ട് എല്ലാവരോടും കത്തിരിച്ചുകൊണ്ട് ഒരു നേരം വായടക്കാതെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു സ്വഭാവം കിട്ടിയ അച്ഛൻ്റെ അടുത്ത് നിന്നായിരിക്കും. ഇങ്ങനെ വാതടാതെ ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അച്ഛനും അങ്ങനെ തന്നെ കേട്ടോ. അച്ഛൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു ദിവസം കൊണ്ട് അവളുടെ ഫാമിലി ആൻഡ് അടുത്തുള്ള വീട്ടിലുള്ളവരെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അവിടെ അടുത്തുള്ള ഒരു അച്ചായൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ അവരെടുത്തും പിന്നെന്താ അവിടുത്തെ അച്ഛൻ ആര്യൻ്റെ അച്ഛൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരൊറ്റ ദിവസം കൊണ്ട് അച്ഛൻ ഭയങ്കര കമ്പനിയായി. ആർക്കും മറക്കാൻ പറ്റാത്തൊരു ഫേസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആര്യനെ പറഞ്ഞു അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരഞ്ഞ ആൾക്കാർ വരെ ഉണ്ടെന്ന്. അത്രയും ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാവരും മനസ്സിലൊരു സ്ഥാനം പിടിച്ച ഒരാളാട്ടോ അച്ഛൻ. അങ്ങനെയാണ് അച്ഛൻ. എല്ലാവരുടെ അടുത്ത് പോയാലും ഭയങ്കര വർത്താനവും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ബ്ലാ 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 അച്ഛനടുത്ത് തന്നെ കിട്ടിയല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിങ്ങനെ ഓരോത് വർത്താനം പറയും എപ്പോഴും ഇങ്ങനെ തന്നെ. കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ എല്ലാവരും പറയും കേട്ടോ. എൻ്റെ ജൂനിയേഴ്സ് ആണെങ്കിൽ സീനിയേഴ്സ് ആണെങ്കിലൊക്കെ പറയും നിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ വർത്താനം കേട്ടിരിക്കാൻ തോന്നുന്നു. കാരണം ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കുറേ കത്തിയടിച്ചും ചിരിച്ചും ഒക്കെ ഞങ്ങളുടെ നല്ലൊരു ദിവസം നല്ല കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടം കേട്ടോ. സങ്കടമുണ്ട്, സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എൻ്റെ അച്ഛനില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വല്ലാത്ത പോലെയാണ്. ഞാൻ ഇന്നലെയും കൂടെ അമ്മേനോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അമ്മ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അച്ഛൻ്റെ ഫേസ് കാണുമ്പോൾ അച്ഛൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അച്ഛനും അച്ഛനെയും പിന്നെ അമ്മേൻ്റെ ഒരു ചെറിയച്ഛനുണ്ട്. ഇവരൊക്കെ ഈ വീഡിയോയിലുണ്ട്, പക്ഷേ ഇപ്പോൾ ജീവനോടല്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അല്ലാത്ത സങ്കടമുള്ളൊരു വിങ്ങലാണ് കേട്ടോ. എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴൊക്കെ വല്ലാത്തൊരു സങ്കടമാണ്. അച്ഛനെ എന്തോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, എല്ലാത്തിനും പിന്നിൽ അച്ഛൻ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതില്ലാത്തതിൻ്റെ ഒരു നല്ല പോലെ അനുഭവിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അച്ഛൻ്റെ ആ ഒരു സ്പേസ് അത്രയേ ഉള്ളൂ. അല്ലാതെ ബാക്കി ഫാമിലി എല്ലാം ഓക്കെയാണ്. പക്ഷേ അച്ഛൻ്റെ ആ ഒരു സ്പേസ് പോയത് വല്ലാത്തൊരു തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കണ്ടു മൂവർ കപ്പിൾസ്. ഓക്കെ, ഇപ്പോൾ ഈ പിക്സ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. സൂര്യൻ പെട്ടെന്ന് തന്നെ സെറ്റാക്കിയാൻ തോന്നുന്നു ഡ്രസ്സൊക്കെ. എല്ലാവരും പാടെ ഉള്ളൊരു പിക്കാണിത്. ഒത്തിരി സന്തോഷം. അല്ലുട്ടനെയും തേജപ്പനെയും കാണുന്നില്ല കേട്ടോ, അവരെവിടെയോ പോയിരിക്കുന്നു ഗൈസ്. പിന്നെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും പാടെ പിക്കൊക്കെ എടുത്തു. അങ്ങനെ കുറേ പിക്സൊക്കെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചിത്തിരേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും നിന്നിട്ട് കപ്പിൾസിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അങ്ങനെ നല്ല കുറേ മൊമെൻറ്റ്സ് കണ്ടില്ലേ. എൻ്റെ അച്ഛൻ്റെ ഫേസ് ഇതല്ല കേട്ടോ. അയ്യോ, എനിക്കിത് കാണുമ്പോൾ തന്നെ എനിക്ക് അച്ഛൻ്റെ ഫേസ് ഈ ഒരു പിക്കാണ് കേട്ടോ. മാമനാന്ന് തോന്നുന്നു, രാജമാമനാണ് ഇത് ഫ്രെയിം ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിത് വെച്ചിട്ടില്ല കേട്ടോ. ഈ പിക്ക് എന്നല്ല, ഒരു പിക്കും അച്ഛൻ്റെ ഇങ്ങനെ മാല ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്കത് ഇങ്ങനെ കാണാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിലങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ ഇനിയും ശോകം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.